بسم الله الرحمن الرحيم أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإن يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയങ്കരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിപ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരമാവധി ആദരപൂർവം പിന്തുടർന്ന് മുത്തഖികളായി മരിച്ച് കുടുംബസമേതം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ ഇടയാകുന്നവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നിരന്തരം ജീവിതത്തിൽ ഈ ഒരു ലക്ഷ്യം മുൻനിർത്തി ജാഗ്രതയോടെ നിരന്തര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകണം നമ്മൾ ഓരോരുത്തരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത രൂപത്തിൽ മതപ്രബോധന പ്രവർത്തനങ്ങളും പഠന ക്ലാസുകളും ഉപദേശ നിർദ്ദേശങ്ങളും കിട്ടിക്കൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരത്ഭുത ദേശമാണ് നമ്മുടെ നാട് കേരളം. ഏകദേശം 10 ലക്ഷത്തിലധികം പ്രഭാഷണങ്ങൾ കേരളത്തിലെ വിവിധ മുസ്ലിം സംഘടനകൾ ആഴ്ച തോറും കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഖുർആൻ ക്ലാസ്സുകളായും മറ്റുമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിലുള്ളത്. ഇങ്ങനെയൊക്കെ ആയിട്ടും സമുദായത്തെ നയിക്കേണ്ടവർ കാഴ്ചപ്പാടില്ലാത്ത ആളുകളായതുകൊണ്ടോ അതോ അത്തരക്കാർ ദുനിയാമോഹികളും സ്വാർത്ഥ താല്പര്യക്കാരുമായതുകൊണ്ടോ എന്നറിയില്ല, നമ്മൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന വാർത്തകൾ പലതും നമ്മെ ഞെട്ടിക്കുന്ന അധപ്പതനത്തിൻ്റെതാണ്. 5 സമയം ബാങ്ക് വിളിക്കുന്നത് വരെ കുഞ്ഞിന്, നവജാത ശിശുവിന് മുലപ്പാൽ കൊടുത്തുകൂടാ
എന്നൊരാൾ പറഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ വിശ്വസിച്ച് ആ കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടുനിന്ന കുടുംബം. മരിച്ചുപോയ പിതാവ് 2 മാസം കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ആ മൃതശരീരത്തെ വീട്ടിൽ കാത്തുവെച്ചുകൊണ്ടിരുന്ന കുടുംബം ഇപ്പോൾ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു പോയ ഒരു സഹോദരിയുടെ കുടുംബം. ഇതൊക്കെയും ഈ പറഞ്ഞ പ്രദേശത്താണ് എന്നത് എന്തൊക്കെയോ എവിടെയൊക്കെയോ നമ്മൾ ഇനിയും തിരിച്ചറിയേണ്ടതും മാറേണ്ടതുമുണ്ട് എന്ന കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000-ലധികം പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് നിയോഗിച്ചത് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാൽ അംബിയാഉ അശദ്ദു ബലാഅൻ, പ്രവാചകന്മാരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്, ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തിരിച്ചടികളും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ആദർശപരമായും ശത്രുപക്ഷത്തു നിന്നുമൊക്കെ അനുഭവിക്കേണ്ടി വന്നത് പ്രവാചകന്മാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രവാചകന്മാരെല്ലാവരും തങ്ങൾക്ക് ഏർപ്പെട്ട, തങ്ങൾക്ക് ബാധിച്ച പരീക്ഷണങ്ങളെ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അണയാനും അള്ളാഹുവിൽ അഭയം പ്രാപിച്ച് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രതിസന്ധി കാലഘട്ടങ്ങൾ മറികടന്നതിൻ്റെ അടയാളങ്ങളും ചരിത്രങ്ങളും തെളിവുകളും വിശുദ്ധ ഖുർആനിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഏകദേശം 1 നൂറ്റാണ്ട് കാലം മക്കളില്ലാതെ കഷ്ടപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം അതിനൊരു ഉദാഹരണമാണ്. 16-17 വർഷക്കാലം മാരക രോഗവും സാമ്പത്തിക നഷ്ടവും കുടുംബ നഷ്ടവും മാനനഷ്ടവും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അതിനൊരു ഉദാഹരണമാണ്. കൈകാലുകൾ തളർന്ന് തല നിറച്ച് കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെടാനിടയായ ഒരു സാഹചര്യം വരെ മക്കളില്ലാതെ കഴിഞ്ഞുകൂടേണ്ടി വന്ന, വന്ധ്യയായ ഭാര്യയെ വെച്ച് കഴിഞ്ഞുകൂടേണ്ടി വന്ന സക്കരിയ അലൈഹിസ്സലാം മക്കൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ട് 10-40 കൊല്ലക്കാലത്തോളം കരഞ്ഞ് നിലവിളിച്ച് കണ്ണിന്റെ കാഴ്ച പോലും പോകുന്ന അവസ്ഥയിലെത്തിയ യാക്കൂബ് അലൈഹിസ്സലാം തൻ്റെ കുടുംബത്തിൽ നിന്നും ശത്രുവിൽ നിന്നും ഒരേപോലെ പീഡനങ്ങളും അപമാനങ്ങളും ഏറ്റ് ജീവിക്കേണ്ടി വന്ന മൂസ കലീമുല്ലാഹി അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരെല്ലാവരും അതാത് കാലങ്ങളിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്. പക്ഷെ ആ പരീക്ഷണങ്ങളെയൊക്കെ അവർ കണ്ടത് അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി എന്നാണ്. അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, അള്ളാഹു ഏർപ്പെടുത്തുന്ന പരീക്ഷണങ്ങൾക്ക് ഒരു തുറവി, ഒരു പരിഹാരം, അതിൽ നിന്നൊരു രക്ഷാകേന്ദ്രം അള്ളാഹു മാത്രമാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി. അവിടെയാണ് ആഴക്കടലിന് അടിയിലെത്തിപ്പെട്ട യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കടന്നിട്ട് തന്നിൽ നിന്ന് വന്നുപോയ ഒരു അബദ്ധത്തെ ഏറ്റുപറഞ്ഞ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹുവേ നീയല്ലാതെ ഒരു ഇലാഹില്ല, നീ വിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, എനിക്ക് അബദ്ധം സംഭവിച്ചു പോയല്ലോ എന്ന് നിലവിളിച്ചു. അപ്പൊ ഏത് ആപത്തിലും ഏത് തരം പ്രയാസങ്ങളിലും, അത് ഏത് മേഖലയിലുള്ള പ്രയാസങ്ങളാണെങ്കിലും ഒരു വിശ്വാസിയുടെ മനസ്സ് പോകേണ്ടത്, വിശ്വാസി അതിനെയൊക്കെ ചേർത്ത് വെക്കേണ്ടത്, സമാധാനം കൈക്കൊള്ളേണ്ടത്, ക്ഷമ പാലിക്കേണ്ടത്, അതൊക്കെ മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ എന്ന പരിശുദ്ധ ഖുർആന്റെ വചനത്തിലാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും, ഭൂമിയിൽ എവിടെയെങ്കിലും ആവട്ടെ, നിങ്ങൾക്കാവട്ടെ, എന്തൊരാപത്ത്, പരീക്ഷണം, തിരിച്ചടി ഉണ്ടെങ്കിലും അതൊക്കെ ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, പണ്ട് തന്നെ അള്ളാഹു തീരുമാനിച്ചു വെച്ചതിന് പ്രകാരമാണ്, അതിനി മാറ്റപ്പെടുകയില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ,
സംഭവിക്കുന്നതിനു മുമ്പേ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അള്ളാഹുവിന്റെ ശേഷിയിൽ നിങ്ങൾ സംശയമുള്ളവരാവരുത്. അതെങ്ങനെ നടക്കുമെന്ന് നിങ്ങൾ ചോദിക്കരുത്. റബ്ബിനത് നിഷ്പ്രയാസം സാധിക്കും എന്ന് അള്ളാഹു പറഞ്ഞു. അവിടെയാണ് പ്രവാചകന്മാർ നിന്നത്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട ദുരിതങ്ങളും ദുരന്തങ്ങളും, അക്കൂട്ടത്തിൽ മാരക രോഗത്തിന് അടിമപ്പെട്ടവരുണ്ടായിരുന്നു, മാരകമായി മുറിവേൽപ്പിക്കപ്പെട്ടവരുണ്ടായിരുന്നു, മക്കളില്ലാതെ വിഷമിച്ചവരുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പലതവണ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ രണ്ട് തരം ചികിത്സകളാണ് നടത്തിയത്. ഒന്ന്, നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒക്കെ അള്ളാഹുവോട് സങ്കടം പറഞ്ഞ് അള്ളാഹുവോട് പ്രാർത്ഥിച്ച് അള്ളാഹു പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ ആവർത്തിച്ച് ഉരുവിടുന്ന ആത്മീയ മേഖലയിലെ ചികിത്സ, പ്രമാണങ്ങൾ പഠിപ്പിച്ചു തന്ന ചികിത്സ, അത് മതി. സത്യത്തിൽ അത് മതി. അള്ളാഹുവിൽ അള്ളാഹുവിൽ ഒരാൾ തവക്കുലാക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് അത് മതി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, പള്ളിയിലേക്ക് കയറി വന്ന ഒരു മരുഭൂയാത്രക്കാരൻ, മുഅ്മിനീങ്ങൾ നന്നായി പഠിക്കണം കാര്യം, മരുഭൂയാത്ര ചെയ്ത് മസ്ജിദ് നബവിയുടെ അരികിലെത്തിയപ്പോൾ അവിടെ നമസ്കരിക്കാൻ കയറുന്ന ഒരു യാത്രക്കാരൻ, അയാൾ പള്ളിമുറ്റത്ത് ഒട്ടകത്തെ വിട്ടു. എന്നിട്ട് അതിന് പുറത്തു നിന്ന് ഇറങ്ങിയിട്ട് നേരെ പള്ളിയിലേക്ക് കയറിപ്പോയി ഒളു എടുക്കാൻ പോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് കാണുന്നു. അവിടുന്ന് ചോദിച്ചു, നീ എവിടെ പോവാ? ഞാൻ നിസ്കരിക്കാൻ പോവാ. ആ ഒട്ടകം അതെന്റേതാണ്, എന്നാ പിന്നെ അതിനെ പിടിച്ചു കെട്ട്, ആദ്യം അതിനെ പിടിച്ചു കെട്ട് ആലിക്കലിബിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാന്റെ ദൂതരെ, ഒട്ടകം അള്ളാന്റെതാണ്, ഞാനും അള്ളാന്റെതാണ്, പള്ളി അള്ളാന്റെതാണ്, ഞാൻ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ പോവാന്ന് അള്ളാഹ്ക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് എൻ്റെ ഒട്ടകത്തെ അള്ള നോക്കിക്കോളും, ഞാൻ അതിനെ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നബി തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്പം കൂടി ശബ്ദമുയർത്തിയിട്ട് പറഞ്ഞു, അലിക്ക് ലിബിൽ, ഒട്ടകത്തെ കെട്ടടോ. അയാൾ പോയി കെട്ടി തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, കെട്ടിയ ഒട്ടകത്തെ കാത്തുവെക്കാം, സംരക്ഷിക്കാം, നോക്കി വെക്കാം എന്നേ അള്ളാഹു ഏറ്റിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം, കെട്ടിയിട്ട ഒട്ടകത്തെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം എന്നേ അള്ളാഹു ഏറ്റിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നത് കേവലാർത്ഥത്തിൽ പ്രാർത്ഥന കൊണ്ട് മാത്രം രോഗം മാറണം എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ടാവരുത്. പിന്നെയോ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതി കാണാം, ഒരു ഹദീസ് കാണാം. അതെന്താ സംഗതി അറിയോ? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫഇദാ ഉസീബ ദവാഅ ദാഇ, ഒരു രോഗത്തിന് അത് മാറാൻ കാരണമായ മരുന്ന് ഔഷധം നൽകിയാൽ, ആ ഔഷധം ശരിയായ രൂപത്തിൽ രോഗിയുടെ ശരീരത്തിൽ എത്തിപ്പെട്ടാൽ, ബറഅ ബിഇദ്നില്ല, അള്ളാഹുവാണ് രോഗം സുഖപ്പെടുത്തുക. അപ്പൊ എന്തൊക്കെയുണ്ട് ആ ഹദീസിൽ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വചന എന്തൊക്കെയുണ്ട് ആ ഹദീസിൽ? ആർക്കെങ്കിലും ഒരാൾക്ക് എന്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടായി എന്ന് വെച്ചിട്ട് അതൊരു രോഗമല്ല, അല്ല, പ്രസവം ഒരു രോഗമല്ല, പക്ഷെ എന്തും സംഭവിക്കാവുന്ന കഷ്ടപ്പാടിന്റെ കാലവും അവസരവുമാണെന്ന് നമുക്കറിയാം, അല്ലേ? എന്തും സംഭവിക്കുന്ന കാലമാണ്, കഷ്ടപ്പാടിന്റെ അവസരമാണ്, അവിടെ എന്തും സംഭവിക്കാമെന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാം. അപ്പൊ എന്തുണ്ട്, ലോകത്ത് വിവിധങ്ങളായ ചികിത്സകൾ അക്കൂട്ടത്തിൽ നടക്കുന്നു. അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്ന കുറെ ആളുകൾ, അതിന്റെ പേരിൽ ആധുനിക ശാസ്ത്രത്തെയും ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളെയും തമസ്കരിക്കുന്ന കുറെ ആളുകൾ, അപമാനിക്കുന്ന കുറെ ആളുകൾ അതിനെ അഹങ്കാരത്തോടെ തട്ടിക്കളയുന്ന ആളുകൾ. അതിനുമപ്പുറത്ത് വ്യാജ ചികിത്സയും അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയും അവർ ഇത് മാറ്റിത്തരുമെന്ന, ഇതിൽ സഹായിക്കുമെന്ന വിശ്വാസവുമുള്ള കുറേയേറെ ആളുകൾ. എന്ത് കാഫിലയാണെന്ന് പറഞ്ഞത്? മടവൂർ കാഫില, അല്ലേ? എന്ത് കാഫിലയാണ്? മടവൂർ കാഫില.
അതുകൊണ്ട് 10-15 വർഷമായി ആളുകളുടെ പണം പിന്നെ ഈ യൂട്യൂബ് ചെയ്തിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങാതി തന്നെ അയാളുടെ ഭാര്യയെ കൊലക്കു കൊടുത്തു എന്നിടത്ത് ആരാണ് മുസൽമാൻ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരിലാണ് നമ്മുടെ തവക്കുൽ? എവിടേക്കാണ് ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് മദീനയിൽ അറിയപ്പെട്ട വൈദ്യ ചികിത്സ നടത്തിയ പ്രഗത്ഭമതിയായ ആളായിരുന്നു എന്നത് തിബ്ബുൻ നബി എന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സാ സമ്പ്രദായങ്ങൾ, അതിൽ പ്രാർത്ഥനയുണ്ട്, അതിൽ കരിഞ്ജീരകവും തേനും ഒക്കെ ഉൾപ്പെടുന്ന മരുന്നിന്റെ ഈത്തപ്പഴത്തിന്റെയൊക്കെ ഉപയോഗക്രമമുണ്ട്. അക്കാലത്തുണ്ടായിരുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ വളരെ വിശ്വസ്തയോടെ വ്യവസ്ഥാപിതമായി നടപ്പാക്കിക്കൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. യൂറോപ്പിൽ പിൽക്കാലത്ത് കോളറ പടർന്നു പിടിച്ചപ്പോൾ അവിടങ്ങളിൽ ഉണ്ടായിരുന്ന അക്കാലത്തെ ഡോക്ടർമാർ, വൈദ്യ ചികിത്സകാരികൾ അത് പകർച്ചവ്യാധിയാണ്, തടഞ്ഞു നിർത്താനാവില്ല എന്ന് ഭയപ്പെട്ട് നാടുവിട്ട സമയത്ത് അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് ഇബ്നു സീനയുടെ നേതൃത്വത്തിലുള്ള വൈദ്യസംഘം യൂറോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ ആ ഒരു പകർച്ചവ്യാധി ചികിത്സിച്ച് ഭേദമാക്കിയത് ചരിത്രപരമായ വസ്തുതയാണ്. ഇന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ റഫറൻസ് ഗ്രന്ഥങ്ങള് അവിസന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു സീനയുടെ അസിഫായും അൽ ഖാനൂൻ ഫി തിബ്ബുമാണ് എന്നത് മുസ്ലിം ലോകം അഭിമാനത്തോടുകൂടി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനിടയിലാണ് ഇമ്മാതിരി ചില വൃത്തികേടുകൾ ഈ സമുദായത്തെ അപമാനിക്കാൻ വേണ്ടി ചിലർ കൊണ്ടു നടക്കുന്നത് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എനിക്ക് എന്റെ ഭാര്യയെ ചികിത്സിക്കാതിരിക്കാം, ചികിത്സ വേണ്ട എന്ന് അവൾക്ക് തീരുമാനിക്കാം, ഞങ്ങൾ ഇന്ന ചികിത്സയെ നടത്തുകയുള്ളൂ എന്നും നമുക്ക് തീരുമാനിക്കാം. അതൊക്കെയുണ്ട്. പക്ഷേ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതിന്റെ ദുരന്തം അവനവൻ ഏറ്റെടുക്കുകയും വേണ്ടിവരും. അതോടൊപ്പം നമ്മുടെ പ്രശ്നം ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നിടത്താണ് എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് ഒരു സമുദായത്തെ, ഒരു മതവിശ്വാസത്തെ ലോകത്തിന് മുമ്പിൽ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്ന ഈ സമ്പ്രദായം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലത്ത് പട്ടി കടിച്ചാൽ കൊള്ളിവെള്ളം ഒഴിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്ന് പട്ടി കടിച്ചാൽ ആരും കൊള്ളിവെള്ളം ഒഴിക്കാറില്ല. ഇവരുടെ കൂട്ടത്തിൽ തന്നെ പണ്ട് നഫീസത്തുമാലയും ബദർബെയ്ത്തും ഒക്കെ പാടിയിട്ട് പ്രസവിക്കുമെന്ന് വിശ്വസിക്കുന്നവരും അതിന് തീരുമാനിക്കപ്പെട്ട ആളുകളും അത് പിന്നെ വെറ്റില ഊതിയിട്ടും പിഞ്ഞാണം എഴുതിയിട്ടും ഒക്കെ നടത്തിയിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ അവർ പോലും ഇപ്പോൾ ഉണ്ടാക്കിയ കെട്ടിടങ്ങളിൽ, ആശുപത്രികളിൽ ലേബർ റൂമും പ്രസവ വാർഡും അതിനുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് അവരുടെ ആ വ്യാജ ചികിത്സ, ക്ഷുദ്ര ചികിത്സ അന്ധവിശ്വാസത്തിൻ്റെതാണ്, പ്രമാണമില്ലാത്തതാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങിയ കാലത്ത് ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന ചില ആളുകൾ ഇപ്പോഴും ഇതിന്റെ പിന്നിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം ചികിത്സയുടേതല്ല. നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പ്രശ്നം ചികിത്സയുമായി ബന്ധപ്പെട്ടതല്ല. ഇവിടെ പ്രശ്നം വൽമുദബ്ബിറാത്തി അംറ എന്ന ആ പഴയ പ്രഖ്യാപനമുണ്ടല്ലോ. ലോകത്ത് ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് മടവൂരിനെ പോലുള്ള CM മടവൂരിനെ പോലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉത്തരവാദിത്തങ്ങൾ, കഴിവുകൾ കൊടുത്തിരിക്കുന്നു. അതിനുമപ്പുറത്ത് അവരോട് ചോദിക്കാതെ, അവരുടെ അനുവാദമില്ലാതെ അള്ളാഹു ഇവിടെ ഒന്നും നടത്തുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിനുമപ്പുറത്ത് ഇത്തരം ചില വ്യാജസിദ്ധന്മാരാണ്, വ്യാജന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നിടത്തേക്കും ഞാൻ അദ്ദേഹത്തിന്റെ ആളാണ്, അതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം എന്റെ ശൈഖ് പരിഹാരമുണ്ടാക്കുമെന്ന അബദ്ധധാരണയിൽ നിന്ന് ശിർക്കിന്റെ ആഴങ്ങളിലേക്കുള്ള പിന്നെ യാത്രയാണ് ഇവിടെ വെളിപ്പെടുന്നത്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൃത്യമായി പറഞ്ഞ ഒരു സംഗതി ഉള്ളത്. ഏതാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? റബ്ബല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ആരാണെങ്കിലും ശരി, എന്താ ചോദ്യം തരീ നിങ്ങൾ? പറയൂ, ചോദിക്കൂ അവരോട്. എന്റെ റബ്ബ്
എന്റെ റബ്ബായ അള്ളാഹു എനിക്കൊരു പ്രതിസന്ധി തീരുമാനിച്ചാൽ, ഒരു കഷ്ടപ്പാടുണ്ടാക്കാൻ തീരുമാനിച്ചാൽ, ഒരു ആപത്തുണ്ടാക്കാൻ തീരുമാനിച്ചാൽ, ഹൽ ഹുന്ന കാസിഫാത്തുൽ ഉർരി, ഇപ്പറഞ്ഞ ഔലിയാക്കന്മാർ, ഇപ്പറഞ്ഞ ഖുതുബുൽ അഖ്താബ് മുദബ്ബിറുൽ അംറായ ഈ കണ്ട ആളുകൾ ആരെങ്കിലും ഒരാൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും ഹൽ ഹുന്ന കാസിഫാത്തുൽ ഉർരി, ഇവർക്കാർക്കെങ്കിലും അള്ളാഹു തീരുമാനിച്ച ആ കഷ്ടപ്പാട് ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് അവരോട് ചോദിക്കുക. ഔ അറാദനി അല്ലാഹു ബിറഹ്മ, അല്ല അള്ളാഹു എനിക്കൊരു അനുഗ്രഹമാണ് വെച്ചത് എങ്കിൽ ഹൽ ഹുന്ന മുംസികാത്തു റഹ്മതിഹി, റബ്ബ് നൽകാൻ തീരുമാനിച്ച റഹ്മത്ത് പിടിച്ചു വെക്കാൻ, എന്നിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഇവർക്കാർക്കെങ്കിലും കഴിയുമോ എന്ന് ഇവരോട് ചോദിക്കുക. ഇല്ല എന്നാണ് ഉത്തരം. ഖുൽ ഹസ്ബി അല്ലാഹ്, അതാണ് മുസൽമാൻ. ഹസ്ബി അല്ലാഹ്, എനിക്ക് ഇവരൊന്നും വേണ്ട, എനിക്ക് എന്റെ റബ്ബ് മതി, എന്റെ റബ്ബ് പഠിപ്പിച്ചത് മതി, റബ്ബിന്റെ റസൂല് പഠിപ്പിച്ചത് മതി. അവിടെ പ്രാർത്ഥനയുണ്ട്, ഉറച്ച തവക്കുലുണ്ട്, ഒപ്പം അതാത് കാലത്തെ ചികിത്സാ സമ്പ്രദായങ്ങൾ വിദഗ്ധമായി ഉപയോഗപ്പെടുത്തിയ കാര്യങ്ങളുമുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പാമ്പ് കടിച്ച ഒരു മനുഷ്യനെ സ്വന്തം തുപ്പൽ പുരട്ടിയിട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സ്വഹാബത്ത് ഞങ്ങളുടെ തുപ്പൽ പുരട്ടിയാൽ പാമ്പിന്റെ വിഷമിറങ്ങുമെന്ന് വിശ്വസിച്ചവരല്ല. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്, ഞങ്ങൾക്കത് പാടില്ല, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് വൈദ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മനസ്സിലാക്കിയിരുന്നു. യുദ്ധരംഗത്ത് ശത്രുവിന്റെ ആയുധം കൊണ്ട് കണ്ണിന്റെ കൃഷ്ണമണി, കണ്ണടക്കം പൊഴിഞ്ഞു തൂങ്ങിക്കിടന്ന ഒരു സ്വഹാബിയെ ആ പൊഴിഞ്ഞു തൂങ്ങിയ കണ്ണ് തിരിച്ചു വെച്ച് ഒരു ഊത്തൂതിയപ്പോൾ ആ കണ്ണ് പഴയ രൂപത്തിൽ തന്നെ ഉറച്ചു നിന്ന അത്യത്ഭുതം കണ്ട് സ്വഹാബികൾ മനസ്സിലാക്കിയില്ല ഇതാണ് അതിനുള്ള ചികിത്സ എന്ന്. പക്ഷെ അവർ കണ്ടത് അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായിരുന്നു എന്നാണ്. സ്വഹാബത്തിനേക്കാൾ വലിയ ഔലിയാപ്പാപ്പമാർ നാട്ടിലുണ്ടാവുകയും ആ ഔലിയാപ്പാപ്പമാരെ ഔലിയപ്പാപ്പയുടെ അപ്പുറത്ത് പടച്ച തമ്പുരാന്റെ പരിധിയിലേക്ക് ഉയർത്തുകയും അതിനും അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്ത ദുനിയാമോഹികളായ ആളുകൾ. വമിൻഹും ഉമ്മിയൂൻ ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി, സമുദായത്തിൽ ചിലരുണ്ട് അവർക്ക് വേദഗ്രന്ഥത്തെ കുറിച്ച് ഒന്നും അറിയില്ല, ഇല്ലാ അമാനിയ, ചില വ്യാമോഹങ്ങളല്ലാതെ, വൈൻഹുമില്ലാ യളുന്നൂൻ, ചില തോന്നലുകളുമല്ലാതെ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു തലത്തിലേക്ക് ഈ ജനവിഭാഗത്തെ 10 ലക്ഷത്തിലധികം മതപ്രഭാഷണങ്ങൾ നടക്കുന്ന ഒരു നാട്ടിൽ ഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോഴും ഇതിന്റെ പിന്നിലാണ് എന്നിടത്ത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നത് എത്രമാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്നത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. യാ ഗുലാം ഇഅലം, പൊന്നുമോനെ നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത ലവിജ്തമഉ അലാ യളുറുക ബിശൈഇൻ ലാ യളുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, നാട് മുഴുവൻ ഒരുമിച്ച് നിന്ന് നിനക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ തീരുമാനിച്ചാലും കഴിയില്ല കുഞ്ഞെ, റബ്ബ് അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ. നിനക്കൊരു ഉപകാരം ഉണ്ടാക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. അതിനവർ എല്ലാവരും ഒരുമിച്ച് കൂടി നിന്നു. 18 കോടി രൂപ വേണം ഒരു മരുന്നിന് എന്ന് പറഞ്ഞപ്പോ ദിവസങ്ങൾക്കുള്ളിൽ ആ മരുന്നുണ്ടാവുകയും അത് കുത്തിവെച്ച് ഒരു കുഞ്ഞുമോന്റെ രോഗം സുഖപ്പെടുകയും ചെയ്ത മഹാത്ഭുതത്തിന്റെ നാടാണ് കേരളം. അതേ 18 കോടി രൂപ രണ്ടാമത്തെ ആൾക്ക് വേണ്ടി ശേഖരിച്ച് മരുന്നും കൊണ്ടുവരുന്നതിന് വഴിയിൽ ആ കുഞ്ഞു മരിച്ചുപോയതും ഇതേ കേരളത്തിലാണ്. നമ്മുടെ കഴിവല്ല. വലവിജിത്തമഴു അലായം ഫഴൂക്ക, എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാലും ലായം ഫഴൂക്ക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ മറ്റൊന്ന് നടക്കില്ല കുഞ്ഞെ എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിടത്ത് നിന്ന് വൽ മുദബ്ബിറാത്തി അംറ, ഇവിടെ ചില ആളുകളുണ്ട്, അവർ നമസ്കരിക്കാത്തവരാണെങ്കിലും അവർ നോമ്പെടുക്കാത്തവരാണെങ്കിലും അവർ മറ്റുള്ളവരെ നോമ്പ് കാലത്ത് നോമ്പ് മുറിപ്പിച്ചവരാണെങ്കിലും ശരി, അവർ ബുദ്ധിശീലതയില്ലാത്തവരാണെങ്കിലും ശരി, അവർ അള്ളാഹുവിന്റെ ആളുകളാണ്, അള്ളാഹുവോളം കഴിവുള്ളവരാണ്, അവർ വിചാരിക്കാതെ ഇവിടെ ഒരു കാര്യവും നടക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നു, അതിന്റെ ദുരന്തമാണ്,
അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അറിയേണ്ടുന്ന ചില സംഗതികളുണ്ട്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞു യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ ശംസ വൽ ഖമർ കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. ഇരുട്ടിനെ പകലാക്കുന്നതും പകലിനെ ഇരുട്ടാക്കുന്നതും ആകാശഭൂമികളെ സംവിധാനിച്ചതും അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതുമായവനാണ് നിങ്ങളുടെ റബ്ബ്. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബായ അല്ലാഹു. ലഹുൽ മുൽക്ക്, സകലാധിപത്യവും അവനുള്ളതാണ്. വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, അവനല്ലാത്ത നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരാണെങ്കിലും ശരി, എത്ര കൊലകൊമ്പനാണെങ്കിലും ശരി, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പഴ കുരുവിന്റെ നടുവിലുള്ള പാട, അതിനാ ഖിത്മീർ എന്ന് പറയാ. ആ പാടയുടെ അധികാരം പോലും ഞാൻ അവർക്കാർക്കും കൊടുത്തിട്ടില്ല, അവർക്കാർക്കും അതില്ല. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവരത് കേൾക്കില്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് നിങ്ങളാണ്ട് വ്യാമോഹിച്ചാലും എന്തിനാ നിങ്ങൾ വിളിക്കുന്നത്? ഉത്തരം കിട്ടാനല്ലേ. വലൗ സമിഉ മസ്തജാബു ലക്കും, അവർ ഉത്തരം നൽകുകയുമില്ല. അതിനുമപ്പുറം വയൗമൽ ഖിയാമത്തി, ഇനി ഖിയാമത്തെങ്ങാനും വന്നാൽ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത പച്ച ശിർക്കിനെ, ഏതിനെ? മടബൂർ കാഫിലയെ അല്ലേ, നിങ്ങൾ ചെയ്ത പച്ച ശിർക്കിനെ അവർ നിഷേധിച്ച് തള്ളുകയും ചെയ്യും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇത്ര സൂക്ഷ്മമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ കഴിയില്ല. സൂറത്ത് ഹജ്ജിലേക്ക് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, യാ അയ്യുഹന്നാസ് ളുരിബ മസലുൻ ഫസ്തമിഉ ലഹു, ജനങ്ങളെ കേൾക്കുവീൻ. ഒരു ഉദാഹരണം പറയാം. സുബ്ഹാനല്ലാഹ്, ആയത്തിങ്ങനെ ഒറ്റക്കിരുന്ന് വായിച്ചാൽ തൗഹീദ് ഇങ്ങനെ ആകാശത്തോടെ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നത് കാണാം. ശിർക്കിന്റെ അവസാന തരിമ്പും നമ്മളോട് ഒരിക്കലും അടുക്കാത്ത അത്രയും അകറ്റിക്കൊണ്ടുപോകാൻ നമുക്ക് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു മഹത്തായ വചനം. യാ അയ്യുഹന്നാസ് ളുരിബ മസലുൻ ഫസ്തമിഉ ലഹു, ജനങ്ങളെ ഒരു ഉദാഹരണം പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി, റബ്ബല്ലാതെ അല്ലാഹുവിനെയല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആരാണെങ്കിലും ശരി, ലയഖ്ലുഖു ദുബാബൻ, അവർക്കൊരു ഈച്ചയെ പോലും പടക്കാൻ കഴിയില്ല. വലവിജിതമഉലഹു, ലോകത്തുള്ള മുഴുവൻ അല്ലാഹുവല്ലാത്ത ആരാധ്യന്മാരും ഒരുമിച്ച് നിന്നാലും പടക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, വഇയസ്ലുബുഹുമു ദുബാബു ശൈഅൻ, നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചുകൊടുത്ത വഴിപാടിൽ നിന്ന്, കാണിക്കയിൽ നിന്ന് വല്ല ഈച്ചയും അതിൽ നിന്നൊരു വറ്റുകുത്തി പറഞ്ഞാൽ ലാ യസ്തൻഖിദൂഹു മിൻഹു, ആ വറ്റ് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് കഴിയില്ല. ജനങ്ങളെ, നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചത്. വൽ മത്ലൂബ്, അതും അങ്ങനെ തന്നെയാണ്. ഇന്നോളം വയ്യ, എന്നെ കെട്ടാൻ വന്നവനെന്ന് പറയില്ല നാട്ടില്. അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചക്ക് അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു സംഗതി എന്താണെന്നറിയോ? ഒരു കാര്യം എന്താ അറിയോ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് വരുന്നത്, മൻ അഹബ്ബ അൻ യകൂന അഖ്വന്നാസ്, മനുഷ്യർക്കിടയിൽ മാനസികമായി ശക്തിയുള്ളവരാവണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഫൽയതവക്കൽ അലല്ലാഹ്, അയാളുടെ മുഴുവൻ കാര്യങ്ങളും റബ്ബിൽ തവക്കുലാക്കി ജീവിക്കണം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, പോരെ അള്ളാന്റെ അടിമക്ക് അല്ല പോരെ എന്ന ചോദ്യത്തിന് പോരാ എന്ന ഉത്തരം കണ്ടപ്പോഴാണ് ഒരു പാവം പെൺകുട്ടി രക്തം വാർന്ന് മരിക്കാനിടയായത്. അല്ലേ? മതി എന്ന ഉത്തരം കണ്ടിരുന്നുവെങ്കിൽ എന്തായിരുന്നു? അള്ളാന്റെ വിധി എന്താ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ പരമാവധി പരിശ്രമിച്ചു നോക്കാമായിരുന്നു. പോരാ, എനിക്ക് വേറെയാളുണ്ട് എന്ന ചിന്തയിൽ നിന്നാണ് ഈ കുഞ്ഞുമോപ്പങ്ങളുടെ ജീവനില്ലാതെയായത്. വമൻ അഹബ്ബ അൻ യകൂന അഗ്നന്നാസ്, ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഐശ്വര്യവാനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഫൽയകുൻ ബിമാ ഫി യദില്ലാഹി ഔസഖ മിൻഹു ബിമാ ഫി യദി,
തന്റെ കഴിവിന്റെ അപ്പുറത്താണ് റബ്ബിന്റെ കഴിവുകൾ. ആ റബ്ബിന്റെ കഴിവിലുള്ളതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. അപ്പോഴാണ് അയാൾക്ക് മാനസികമായ ഐശ്വര്യം ഉണ്ടാവുക. വമൻ അഹബ്ബ യകൂന അക്രമന്നാസ്. നോക്കൂ, നിങ്ങളൊരു സമുദായം മതപ്പതിച്ചത് എവിടെയാണ്? ഒരു സമുദായം അപമാനിക്കപ്പെട്ടത് എവിടെയാണ്? ഒരാളുടെ ദുഷ്പ്രവർത്തനത്തിന്റെ പേരിൽ ഒരു സമുദായം മുഴുവൻ പഴികേട്ടത് എവിടെയാണ്? ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിലെ മതമാചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവരെന്ന് നമ്മളെ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പുരോഗമനപരമായ ആശയത്തെ മാത്രം പ്രസരിപ്പിക്കുന്ന ഒരു മതവിശ്വാസത്തെ 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോയത് ആരാണ്? എന്താണ് കാരണം? അക്രമന്നാസ്. ജനങ്ങൾക്കിടയിൽ ഏറ്റവും ആദരവുണ്ടാവണോ? ഫല്യത്തഖില്ലാഹ്, തഖ്വയാർന്ന് ജീവിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സമുദായത്തിന്റെ പേരിൽ വെച്ച് കെട്ടുന്നതിനെ നിങ്ങൾ ന്യായീകരിക്കാൻ പോകരുത്. ഈ സമുദായം ലോകത്ത് നന്മ പഠിപ്പിച്ച, പുരോഗതിയിലേക്ക് ജനതയെ കൊണ്ടുപോയ, നൂർ, എല്ലാ തരത്തിലുമുള്ള അജ്ഞതയിൽ നിന്നും വിവരക്കേടുകളിൽ നിന്നും ജനസമൂഹത്തെ ശുദ്ധിയിലേക്ക്, പുരോഗമനത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന വിശുദ്ധ വേദഗ്രന്ഥമാണ് നമ്മുടെ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവൃത്തിവൽക്കരിച്ച് നമുക്ക് കാണിച്ചു തന്നത്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക, ന്യായീകരിക്കാൻ പോകാതിരിക്കുക. ഇത്തരം ദുരന്തങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആൾക്കൂട്ടത്തെ തിരിച്ചു വലിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക. ആ വിശ്വാസവും പേറി ജീവൻ വെടിയേണ്ടി വന്നാൽ, ആ വിശ്വാസവും പേറി തൗബ ചെയ്യാതെ ജീവൻ വെടിയേണ്ടി വന്നാൽ അത് ആത്യന്തികമായ നഷ്ടമായിരിക്കുമെന്ന് ഭയപ്പെടുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിനിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉയർത്തിപ്പിടിച്ച് സകലവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നും അകന്നു നിന്ന് അള്ളാഹുവിൻ്റെ കിതാബിലേക്കും സുന്നത്തിലേക്കും ഒതുങ്ങാൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ജുമാ നമസ്കാരങ്ങളുടെ ജുമാ ദിവസത്തിൻ്റെ പ്രാധാന്യവും പാലിക്കേണ്ടുന്ന മര്യാദകളുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നതൊക്കെയും. പക്ഷെ ആ കൂട്ടത്തിൽ പറയേണ്ടുന്ന ഒരു കാര്യം, 2 കാര്യങ്ങൾ. ഒന്ന്, സ്വഫുകൾ അണിയാകുമ്പോൾ അല്ലെങ്കിൽ അവസാനം വരുന്ന ആള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രയോഗം അങ്ങനെയാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് ഒളു കൊടുത്ത് കയറുന്നു. അയാൾ മുമ്പിൽ ഒരു ഗ്യാപ്പ് കാണുന്നു, ഒരു വിടവ് കാണുന്നു. അയാൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു 3-4 സഫ് മുമ്പിൽ ഒരു ഗ്യാപ്പ് കാണും. അപ്പൊ അയാൾ ബാക്കിലിരിക്കുന്ന ആളുകളുടെ ചുമലുകളിലൂടെ ഇങ്ങനെ കവച്ച് വെച്ച് ഇങ്ങനെ മുമ്പിൽ സെഫിലേക്ക് വന്നു. 1-2 സഫ് കവച്ച് വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലാ തതഖത്ത അലാ അഅഖാബി റിഖാബിന്നാസ്, ജനങ്ങളുടെ ചുമലിലൂടെ ഇങ്ങനെ കാല് കടത്തി വെച്ച് പള്ളിയിലേക്ക് മുമ്പിലേക്ക് വരരുത്. ഫഖദ് ആദൈത, നീ ജനങ്ങളെ ശല്യപ്പെടുത്തി. അപ്പൊ ആ പണി വേണ്ട. അപ്പൊ മുമ്പിൽ ഒരാൾക്ക് ഇങ്ങനെ കടന്നു വരേണ്ടുന്ന അവസ്ഥ ഉണ്ടാവുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ ചിന്ത എവിടെയാണ്? പിന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് മുമ്പിൽ സെഫിലേക്ക് മറ്റുള്ളവരുടെ ചുമലുകളിൽ ചവിട്ടി അല്ലെങ്കിൽ കാല് കവച്ചു വെച്ച് കടന്നു വരേണ്ടുന്ന അവസ്ഥയുണ്ടാവുന്നത് എങ്ങനെയായിരിക്കാം? മുമ്പിൽ സെഫ് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ്. സെഫുകൾ പൂർത്തിയാക്കാതിരിക്കുക എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പൂർണ്ണമായ പ്രതിഫലത്തിൽ നിന്ന് ഒരു പക്ഷേ നമ്മുടെ പിന്നോക്കം തടഞ്ഞേക്കാം. ജുമാ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലം വലിയ വമ്പിച്ച പ്രതിഫലമാണ്. അതൊക്കെ അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ. അപ്പോൾ പള്ളിയിലേക്ക് വരുമ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കരുതൽ, ഈ ഒഴിച്ച് മാറ്റിവെക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഒരു കാര്യവും മാറ്റിവെക്കാതിരിക്കാൻ ഒന്ന്
ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വഫുകൾ ഒന്നുകൂടെ ഒന്ന് പൂർത്തിയാക്കി വെക്കണം. ഏതു പള്ളിയിലാണെങ്കിലും ഇതിൻ്റെ ന്യായങ്ങൾ ഇങ്ങനെ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, പള്ളിയിൽ വന്നിരുന്നാൽ പിന്നീട് ജുമഅയുമായി ബന്ധപ്പെട്ടതോ മതവുമായി ബന്ധപ്പെട്ടതോ ആയ കാര്യങ്ങൾ പോലും പള്ളിക്കുള്ളിൽ സംസാരിച്ചുകൂടാ ജുമഅക്ക്. എത്രമാത്രമെന്നാൽ പള്ളിയിൽ കയറി വരുന്ന രണ്ടാളുകൾ സംസാരിക്കുന്നു, മന്ദവർത്താനം പറയുന്നു. അപ്പൊ അടുത്ത് നിൽക്കുന്ന മൂന്നാമത്തെ ഒരാൾ ഇങ്ങനെ തോണ്ടിയിട്ട് ഇത് മിണ്ടാതിരുന്നാന്ന് പറഞ്ഞ്, ആ മിണ്ടാതിരിക്കടോ എന്ന് പറഞ്ഞ ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖദ് ലഗൗത, നീ ചെയ്തതും അക്രമമാണ്. സുബ്ഹാനല്ലാഹ്. സംസാരിച്ചവരോടല്ല പറഞ്ഞത്, സംസാരിച്ചത് അക്രമമാണ്. സംസാരിക്കാതിരിക്കടോ എന്ന് പറഞ്ഞവരോടാണ് പറഞ്ഞത് ഫഖദ് ലഗൗത, അത് അക്രമമായി പോയി. അതുകൊണ്ടാണ് നമ്മൾ വെള്ളിയാഴ്ച ഒക്കെ പറഞ്ഞു തരേണ്ടത്. നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ്. ഏതാണ്? ആ വടി പിടിച്ചിട്ടൊരു ഇളക്കണ്ടല്ലോ, ആ ഇളക്കത്തിൽ നമ്മൾ കുറെ കാലമായി കേട്ടുകൊണ്ടിരുന്ന ഇദാ സഅദൽ ഖതീബ് അലൽ മിംബരി എന്ന് പറഞ്ഞാണ് ബാക്കി, ഫലാ യതകല്ലമൻ അഹദുക്കും വമൻ തകല്ലമ ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമഅത ലഹ്. അല്ലേ? وروي عن ابي هريره رضي الله عنه قال ان رسول الله كما انه سمع ان رسول الله صلى الله عليه وسلم قال اذا صعد الخطيب على المنبر. അങ്ങനെയൊന്നുമല്ലത് പറയാ, ഞാൻ അതിന്റെ വിഷയമല്ല ഇവിടെ, അതല്ല നമ്മുടെ വിഷയം. അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ വഈദുൽ ലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട് ആ ഇളക്കത്തിൽ പറയുന്നുണ്ട് ഇദാ സഅദൽ ഖതീബു അലൽ മിംബർ. ഖതീബ് മിമ്പറിലേക്ക് കയറിയാൽ ഫലാ യതകല്ലമൻ അഹദുക്കും, ഒരാളും മിണ്ടിപ്പോകരുത്. വമൻ തകല്ലമ, ആരെങ്കിലും മിണ്ടിയാൽ ഫഖദ് ലഗാ, അതിക്രമം ചെയ്തു. വമൻ ലഗാ, അതിക്രമം ചെയ്ത ഒരാൾക്കും ഫലാ ജുമഅത ലഹ്, നമസ്കാരമില്ല. കുറെ കാലമായിട്ട് അത് അറബിയിലാണ് പറയുന്നത് എന്നുകൊണ്ടും നമുക്കത് ആ ഭാഷ അറിയില്ല എന്നുള്ളതുകൊണ്ടുമാണ്. പക്ഷെ നമ്മുടെ മെമ്പറുകൾക്ക് അറബി അല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഇക്കാര്യങ്ങളൊക്കെ 14 നൂറ്റാണ്ട് മുമ്പ് മുസ്ലിം ലോകം നടപ്പാക്കി വരുന്ന സമ്പ്രദായങ്ങളാണ് എന്നും അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നിർദ്ദേശങ്ങളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് ഉണ്ടായിരുന്നത് എന്നും ഇപ്പോഴും ആ വചനങ്ങൾ പറയുമ്പോൾ അത് നിബിതങ്ങൾ പറയുന്നതാണ് എന്ന ആദരവ് വേണം എന്നതും കൂടി തിരിച്ചറിഞ്ഞ് അത് നടപ്പിൽ വരുത്താൻ കഴിയണം. നമ്മളിങ്ങനെ ഇരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു എന്നിടത്താണ് നമ്മളിത് ചിന്തിക്കേണ്ടത്. നബിയുടെ വചനം മറ്റൊരാൾ ഏറ്റു പറയുമ്പോൾ അത് സത്യത്തിൽ ആ പറയുന്ന ആളുടെ വാക്കല്ല, അഷ്റഫുൽ ഖൽഖിന്റെ വാക്കാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് എന്ന്. വിശ്വാസികളെ, അള്ളാന്റെ മുമ്പിൽ കയറി, അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായി ഒരു നിലപാടെടുക്കരുത്. നിങ്ങൾ അവരുടെ നിലപാടിനെ പിന്തുടരാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ, അനുവാദമുള്ളൂ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജുമുഅ എന്നത് കേവലമായി ഒരുമിച്ച് കൂടി 2 റക്അത്ത് നിസ്കരിക്കൽ മാത്രമല്ല. സംസാരിക്കാൻ വരുന്നത്, ജുമുഅ ഖുതുബ നടത്തുന്നത് ആരാണെങ്കിലും ശരി, ആ പറയുന്ന ആളെക്കാൾ പ്രാധാന്യമുള്ളത് അയാൾ പറയുന്ന പ്രമാണങ്ങൾ എന്നും ആ ഒരു ഒരുമിച്ച് കൂടലിന് അള്ളാഹു കൽപ്പിച്ച ആദരവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച പ്രതിഫലവും എത്രമാത്രമുണ്ട് എന്നുമൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാ സത്യങ്ങളിലും ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള വഴികേടുകളിൽ നിന്നും, അന്ധവിശ്വാസങ്ങളിൽ നിന്നും, ശിർക്കിൽ നിന്നും റഹ്മാനായ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ വിശുദ്ധ സമുദായത്തെയും കാത്ത് രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവെ, സമുദായത്തിൻ്റെ സമുദായത്തിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുകയും സമുദായത്തെ ലൊലാലത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്ന ക്ഷുദ്രജീവികളിൽ നിന്ന് ഈ സമുദായത്തെയും ഇതിലെ പാമരന്മാരായ സാധാരണക്കാരെയും കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ വേദഗ്രന്ഥം ഓതി ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ, അതിന് വിരുദ്ധമായി വരുന്നത് ആര് പറഞ്ഞാലും ശരി അത് നിഷ്കരണം തള്ളിക്കളയാനുള്ള ഈമാനും തഖ്വയും തൗഹീദും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, തൗഹീദിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ കിതാബിലും സുന്നത്തിലും കലിമത്തു തൗഹീദിന്റെ അന്തസ്സത്തയിലും ഒതുങ്ങി
കൂടി ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഈ സമുദായം നേരിടുന്ന എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും റഹ്മാനെ നീയാണ് കാവൽ, നിന്നിലാണ് രക്ഷ, നിന്നിൽ നിന്നാണ് പ്രതീക്ഷ. നീയല്ലാതെ ഞങ്ങൾക്ക് കൈ ഉയർത്താൻ ഒരിടമില്ല, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് കേടാൻ ഒരു കവാടമില്ല റഹ്മാനെ. ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫിയാക്കി തരണമേ റഹ്മാനെ. മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഈ സമുദായത്തെയും ഇതിന്റെ നേതാക്കന്മാരെയും ഈ തൗഹീദിനും സുന്നത്തിനും വേണ്ടി അണിചേർന്ന സർവ്വരെയും ദീനും ദുനിയാവും ആഖിറവും ജീവിതവും മരണവും മരണാനന്തര ജീവിതവും ഖൈറും ബർക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين وألحقنا بالصالحين وصلى الله وسلم على محمد.